ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യു എയിലത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് യു എയിൽ നമുക്ക് എങ്ങനെ ക്യാഷ് സേവ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റൊക്കെ വിസിറ്റേഴ്സ് വരികയാണെങ്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ജോബിൻ്റെ കാര്യം മെയിൻ, സെക്കൻഡ് റൂം, തേർഡ് നമുക്ക് ട്രാവലിങ്, നമ്മുടെ എക്സ്പെൻസ്, ഫുഡും കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്കത് ഒത്തിരി ക്യാഷ് ചിലവാകുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മളത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം യു എയിലൊക്കെ വന്ന സമയത്ത് ഒന്നാമത് നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ അറിയില്ല, ട്രാവലിങ്ങിൻ്റെ സ്ഥലം അറിയില്ല. ഒന്നാമത് ബസ്സൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല, ടാക്സി തന്നെയായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ടാക്സി ആണെങ്കിൽ ഇവിടെ ഒത്തിരി ഉണ്ട്, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നമ്മൾ നിൽക്കുന്ന അവിടെ വന്നിട്ട് നമ്മൾ കൊണ്ടുപോകും, നമ്മൾ ഏത് ലൊക്കേഷനാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമുക്ക് ഒത്തിരി ക്യാഷ് അങ്ങനെ ചിലവാകും. അതിനേക്കാൾ ബെറ്ററാണ് നമ്മളിപ്പം യു എയിൽ ഇപ്പോൾ എക്സാമ്പിൾ ദുബായിൽ വരികയാണെങ്കിൽ ദുബായിൽ നമുക്ക് മെട്രോ ഉണ്ട്. നമുക്ക് ഒത്തിരി എവിടെ പോകണമെങ്കിലും നമുക്ക് മെട്രോ ചൂസ് ചെയ്യാം. മെട്രോ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. മെട്രോ ഇല്ലെങ്കിൽ ബസ്സും അഫോർഡബിൾ, നമുക്ക് പോകാൻ പറ്റിയതാണ്, അവൈലബിൾ ആണ് ബസ്സും. അതുപോലെ നമ്മൾ മെട്രോയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ അറിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണ്ടേ, മെയിനായിട്ട് മെട്രോൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലൊക്കേഷൻസ്, എവിടെയൊക്കെ പോകണം, എവിടെ നിന്നൊക്കെ മാറി കയറണം എന്നുള്ള എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും മെട്രോൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാപ്പ് ഉണ്ട്. നമ്മൾ ഫോണിൽ ഗൂഗിൾ മാപ്പ് പോലെ തന്നെ ഉള്ള പോലെ തന്നെയാണ് മെട്രോൻ്റെ ഉള്ളിൽ ഏത് പ്ലാറ്റ്ഫോമിൽ കയറണം, ഏത് ലൊക്കേഷനാണ് പോകുന്നത്, ആ ഒരു സ്റ്റോപ്പ് വരെയുള്ള മെട്രോ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ഫസ്റ്റ് ഗൂഗിളിലൊക്കെ. മെട്രോ ഉണ്ടെങ്കിൽ ആ മെട്രോ സ്റ്റേഷൻ ഏത് ലൈനാണ് പോകുന്നതെന്നൊക്കെ കാണിക്കും. അപ്പോൾ ഏറ്റവും ബെറ്റർ, ഏറ്റവും ചൂസ് ചെയ്യാനും നമുക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ മെട്രോ പോകുന്നതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന് നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും, രണ്ടാമത് നമുക്ക് ട്രാഫിക് ഒഴുകാൻ പറ്റും. യു എയിലൊക്കെ നോർമലി നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും വർക്കിന് പോകുന്നവർക്കാണെങ്കിൽ പോലും നമുക്ക് മെട്രോ ആണ് ഏറ്റവും പോസിബിൾ. ഞാനിപ്പം ദുബായിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 1.5-2 വർഷം ആവാറ്, 1.5 വർഷം മാക്സിമം. ആദ്യം അബുദാബിയിലായിരുന്നു. അബുദാബിയിൽ ഈ ഒരു മെട്രോ ഇല്ല, ദുബായിലായിരുന്നു മെട്രോ ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ആദ്യം യു എയിൽ ദുബായിൽ വന്ന സമയത്ത് എനിക്ക് മെട്രോ കയറേണ്ടതും ഒന്നും അറിയില്ലായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിന് പോകേണ്ട പോലും മെട്രോ കയറിയിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു നോക്കിയത്. അപ്പോൾ ഞാനും ടാക്സി പിടിച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ എനിക്ക് പിന്നീടാണ് മെട്രോ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് എന്തോരം ക്യാഷ് വെറുതെ ആവശ്യമില്ലാണ്ട് കളഞ്ഞെന്നുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ യു എയിൽ വരുന്നവരാണെങ്കിൽ, ദുബായിൽ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ, മെട്രോൻ്റെ അടുത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെട്രോ കയറിയിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്താണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇവിടെ പണ്ടത്തെ പോലെയല്ല, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്, നമുക്ക് അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ പോകണം എന്നുള്ളത് നമുക്ക് അവിടെ ആരോടെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് അവർ പറഞ്ഞുതരും. ഒന്നുമില്ലെങ്കിൽ അവിടെ കുറേ സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരോട് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഹെൽപ്പ് നമുക്ക് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളൊരു ഹെൽപ്പ് നമുക്ക് കിട്ടും. ഞാൻ ആദ്യം എൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ അങ്ങനെ ആദ്യം ചോദിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പോയ വഴി കൂടെ എന്നെ 2 വട്ടം 3 വട്ടമൊക്കെ റിപ്പീറ്റേഷൻ ചെയ്ത് പോയൊരു സിറ്റുവേഷൻസൊക്കെ ഉണ്ടെന്നോ അതറിയില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും യു എയിൽ ദുബായിലുള്ളവരാണെങ്കിൽ ട്രാവലിങ്ങിന് മെട്രോ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചെങ്കിലും ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയാം, മെട്രോന് റീചാർജ് ചെയ്യാണ്ട് 20 dirhams ആണ് മിനിമം റീചാർജ് ചെയ്യുന്നത്. നമുക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ മെട്രോൻ്റെ അടുത്തുള്ള ഒരു ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് മെട്രോ ചൂസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ആകെ 20 dirhams ആവുള്ളൂ. പക്ഷേ നോർമൽ അത് ടാക്സിക്കാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ഒരു സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇൻ്റർവ്യൂവിലുള്ള ലൊക്കേഷനിൽ പോവുകയാണെങ്കിൽ 20 dirhams നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ടാക്സി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ പ്രൈസ് കൊടുക്കാൻ പറ്റും. വൺ സൈഡ് തന്നെ ചിലപ്പം ഒരു 60 dirhams അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 50 dirhams ആ ഒരു ലെവലിലായിരിക്കും പോകുക. അപ്പോൾ മാക്സിമം നമുക്കെന്താ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും മെട്രോ ചൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ മെട്രോ ചൂസ് ചെയ്യാൻ നോക്കുക. ഇതെന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ അപ്ഡേറ്റുകളും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം യു എയിൽ വന്നിട്ട് ഞാൻ ചെയ്ത പൊട്ടത്തരൊന്നും നിങ്ങൾ ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. ബൈ ബൈ.